Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ പബ്ലിക് റിലേഷൻസിന്റെ ചാപ്റ്ററിലെ ലാസ്റ്റ് കുറച്ച് സെക്ഷനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ചെറിയൊരു 2 ബോക്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ അല്ലേ? പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്. 4 ബോക്സുകൾ കൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ. നോക്കാം. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്. PR must get know the local principal. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അവിടുത്തെ ഒരു ലോക്കൽ പ്രസിന് നല്ല രീതിയിൽ അറിയേണ്ടതുണ്ട്. ലോക്കൽ പ്രസ് ക്യാൻ ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽസ് ഹെൽപ്പർ ഇൻ റിഗാർഡ് അല്ലേ? അതായത് പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് മീഡിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അറിഞ്ഞിരിക്കണം എന്ന്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്? ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽസ് ഹെൽപ്പർ ഇൻ റിഗാർഡ്. ഇങ്ങനെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾക്ക് അല്ലെ ലോക്കൽ പ്രസ്സുകൾക്ക് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then a hostile press can do a lot of harm. അതോടൊപ്പം തന്നെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള പ്രസ്സുകൾക്ക്, മാധ്യമങ്ങൾക്ക്, ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ? ശത്രുപരമായിട്ടുള്ള അല്ലെ? ശത്രുപരമായിട്ടുള്ള മീഡിയകൾക്ക് ഹോസ്പിറ്റലിനെ ഹാം ചെയ്യാനും ദോഷകരമായിട്ടുള്ള രീതിയിൽ ചെയ്യാനും സാധിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കാനൊക്കെ പറയില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ മോശം വരുത്തുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകളൊക്കെ ഇപ്പൊ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ചികിത്സാ പിഴവുകളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അഭാവം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മീഡിയകൾ തന്നെ ഇങ്ങനെ ശത്രുപരമായിട്ടുള്ള ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള ശത്രുപരമായിട്ടുള്ള മീഡിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ആ പേരിന് എന്താ പറയാ ഓരോ പേരിലെ കളങ്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നല്ല പ്രസ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മീഡിയകളുമായിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. സോ അതോടൊപ്പം തന്നെ ശത്രുപരമായിട്ടുള്ള മീഡിയകള് ഹോസ്പിറ്റലിന് ഇങ്ങനെയുള്ള എന്താ ഹാംഫുൾ ആയിട്ട് രീതിയിൽ, അതായത് ഹോസ്പിറ്റലിന്റെ ആ ഒരു പേരിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലും ഇതുപോലെ വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കാനും കഴിയുന്നു. Then if an editor understands the hospital's problems, he can help enormously. അല്ലെ? എനോർമസ്ലി എന്ന് വെച്ചാൽ എന്താ മീനിങ്? എനോർമസ്ലി പുതിയ ടേമുകളാണ് കേട്ടോ. എനോർമസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടലി, അതായത് മൊത്തത്തിലുള്ള ഒരു മീനിങ് ആണ് അല്ലെ? അതായത് ഒരു എഡിറ്റർക്ക് നല്ല രീതിയിൽ, മീൻസ് ഒരു എഡിറ്റർക്ക് ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ആ എഡിറ്റർക്ക് നല്ല രീതിയിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ സഹായിക്കാൻ കഴിയുന്നു. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയാറില്ലേ? ഇപ്പൊ ഒരു മീഡിയക്കാര് ഓരോന്നിനും ഓരോ മീഡിയകളൊക്കെ ഉണ്ടാകും ഇല്ലേ? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഫിലിം, ഏതെങ്കിലും ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും കുറച്ച് പഴയ സിനിമയാണ് CID എന്നൊക്കെ ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടോ? ഒട്ടുമിക്കവരും കണ്ടിട്ടുള്ള ഫിലിമാണ് അല്ലെ? നിങ്ങളൊരു 100 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോ അതില് ഈ CID അവർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അവരുടെ ഒരു പേരെനിക്ക് ഓർമ്മയില്ല, ഒരു പത്രപ്രവർത്തകൻ അവരുടെ കൂടെ കൊണ്ടുപോകും ഇല്ലേ? പത്രപ്രവർത്തനം വരികയും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കി എഴുതുക അല്ലെ? പത്രത്തിൽ അവരുടെ പേരിന് കുറച്ചും കൂടി പേര് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പത്രത്തിൽ എഴുതിക്കൊണ്ട് അവരെ കുറിച്ച് ഭയങ്കര മികച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ എഴുതും അല്ലേ? അപ്പൊ അതുപോലെ നമ്മള് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിന്റെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു എഡിറ്റർക്ക് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ പത്രത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ കുറച്ച് പേര് പ്രശസ്തി കിട്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് ഒരു നമ്മുടെ എനിമിയായിട്ടുള്ള, നമ്മുടെ ശത്രുപരമായിട്ടുള്ള ഒരു മീഡിയ ആണെങ്കിലോ ഇതുപോലെ വ്യാജ വാർത്തകളും സൃഷ്ടിക്കാൻ പറ്റുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചും കൂടി ഇങ്ങനെയാണെന്ന് നമ്മളുടെ ഒപ്പമുള്ള എഡിറ്റർക്കാണെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന എഡിറ്റർക്കാണെങ്കിൽ നല്ലൊരു നമ്മളുടെ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കൂട്ടാനായിട്ട് പറ്റും. പക്ഷെ ഓപ്പോസിറ്റ് നമ്മളുടെ ശത്രുപരമായിട്ടുള്ളൊരു മീഡിയ അല്ലെങ്കിൽ എഡിറ്റർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ശത്രുപരമായിട്ടുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ പറയാ നമ്മുടെ വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കാനും പറ്റും. ഓക്കെ, എന്താണെന്ന് മാത്രം നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണേ. ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാമോ? ആ ഒരു ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്.
അതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. PR must get to know the local press well. PR-ന് ലോക്കൽ പ്രസ്സിന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ചെയ്തു അണ്ടർലൈൻ എല്ലാവരും? Then just ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ചെറിയൊരു കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. ഓക്കെ, പ്രസ്സുകൾ അറിഞ്ഞിരിക്കുക, മീഡിയകളെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. പ്രസ് ആൻഡ് മീഡിയ അല്ലേ? നമ്മൾക്കറിയാം പ്രസ് മീഡിയ. പ്രസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രസ് കോൺഫറൻസ് ഒക്കെ കിട്ടും, നമ്മള് ന്യൂസിലൊക്കെ കാണാറുണ്ട് ഇല്ലേ? ഇപ്പോ ഏതെങ്കിലും ഒരു നമ്മള് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടും അല്ലേ? അപ്പോ അതില് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പ്രസ് റിലീസിനായിട്ട് അവര് തയ്യാറാക്കിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രസ് റിലീസ് മീറ്റിംഗ് ഒക്കെ കൂടുന്നത്. ഓക്കെ, then നോക്കാം. When something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. അല്ലേ? അതായത് ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുറച്ച് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണ്. ചിലപ്പോ എന്തെങ്കിലും ഒരു ചികിത്സാ പിഴവുകളാകാം, അങ്ങനെ എക്സാമ്പിൾ ആണല്ലോ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും സംഭവിക്കുകയാണ്. സോ അത് കുറച്ചും കൂടി പബ്ലിക്കിന് ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലെജിറ്റിമേറ്റ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. അതിന് ലെജിറ്റിമേറ്റ് എന്ന് വെച്ചാൽ നിയമാനുസൃതമായിട്ടുള്ള ഒരു വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന്. അതായത് പ്രസ് മീറ്റിംഗ് അപ്പൊ തന്നെ വിളിച്ചു കൂട്ടി. ഇപ്പോ പബ്ലിക്കിന് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാലോ, എന്തെങ്കിലും ചികിത്സാ പിഴവാകാം അല്ലെ? അങ്ങനെയുള്ള കേസുകൾ വരുമ്പോ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നിയമാനുസൃതമായിട്ട് തന്നെ നൽകിയിരിക്കണം എന്ന്. അല്ലെ? പൊതുജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന പല പ്രവർത്തനം വന്നാല് അതിന് റിപ്ലൈ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുക, അതിനുള്ള റിപ്ലൈ നമ്മുടെ പബ്ലിക് ഓഫീസർ നൽകിയിരിക്കണം. ഓക്കെ, then clearance of all materials intended for release must be controlled by chief of PR. Underline ചെയ്യാം കേട്ടോ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. Clearance of all material intended for release must be controlled by chief of PR. അപ്പൊ നമ്മള് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ വർക്ക്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, പ്രസ് മീറ്റിംഗിൽ വായിക്കും അവര് ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, ഇപ്പൊ പ്രശ്നത്തിന് നമുക്ക് ഇങ്ങനെ പരിഹാരം ചെയ്യാം അല്ലേ? അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകൾ അതെല്ലാം ക്ലിയറൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചീഫ് ഓഫ് PR-നായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ പ്രസ് റിലീസിന് വേണ്ടി കൊണ്ടുവരുന്ന പേപ്പർ വർക്കുകൾ വായിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ക്ലിയറൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ ക്ലിയറൻസ് ചെയ്യുന്ന ഉത്തരവാദിത്തം ചീഫ് ഓഫ് PR-നായിരിക്കും. അണ്ടർലൈൻ ചെയ്തോ? ചീഫ് ഓഫ് PR അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? ഓക്കെ, then the material should be put on a format and released in a manner calculated to benefit the hospital. അതായത് എന്താണ്? മെറ്റീരിയലുകളെല്ലാം ഇങ്ങനെയുള്ള പേപ്പർ വർക്കുകളെല്ലാം ഫോമൽ ആയിട്ട് നൽകണം, ഔപചാരികമായിട്ട് നൽകുകയും ചെയ്യണം. ദെൻ ഹോസ്പിറ്റലിന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആ മെറ്റീരിയലിൽ ഉണ്ടാവേണ്ടതെന്ന്. അതായത് പ്രസ് മീറ്റിംഗിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള്, ഒരു പ്രശ്നമുണ്ടായി അപ്പൊ അതിനെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളോട് പറയുക. ഈ പറയുന്ന കാര്യം ഹോസ്പിറ്റലിന് ഒരു തരത്തിലും ദോഷം വരാൻ പാടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു കൂടി നോക്കിയിട്ട് വേണം അവര് ഈ പ്രസ് റിലീസിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ തയ്യാറാക്കേണ്ടത്. ഹോസ്പിറ്റലിന് ബെനിഫിറ്റബിൾ ആയിരിക്കണം എന്ന്. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പ്രശ്നമൊന്നും വരാൻ പാടില്ല. അത്തരത്തിൽ വേണം നമ്മൾ ഈ പേപ്പർ വർക്ക് ചെയ്യുവാൻ. പേപ്പർ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ
അത് ജസ്റ്റ് ഒരു പേപ്പർ മെറ്റീരിയൽ പോലെ എഴുതിക്കൊണ്ടുവരുന്നത്. അതിനെ ക്ലിയർ ചെയ്യുന്നത് ചീഫ് ഓഫ് PR ആയിരിക്കും. ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, ചീഫ് ഓഫ് PR ആണ് ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നത് ഈ മെറ്റീരിയൽസുകൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ. ടേബിള് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ അത്. ആ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് പഠിക്കാം. ക്ലിയർ ആണോ? ബോക്സ് വളരെ ചെറുതാണ്, അതാണ് ഞാൻ എന്റെ കയ്യിലുള്ള PDF നോക്കിയാണ് ടീച്ചർ വായിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ ക്ലിയർ ആണല്ലോ. ലെജിറ്റിമേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായിട്ടത് ഉടനടി നമ്മൾ മറുപടി കൊടുക്കാന്നൊക്കെ പറയുമല്ലോ, അതിന് സാവകാശം വെക്കാതെ, അതായത് പൊതുജനത്തിന് ദോഷം ചെയ്യുന്ന പ്രവർത്തനമാണ്, എന്തോ പ്രശ്നമാണ് ഇല്ലേ, അപ്പോ അതിന് നിയമാനുസൃതമായിട്ട് തന്നെ നടപടി കൊടുക്കാന്ന്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി ടെക്സ്റ്റ് നോക്കാം. Information regarding the condition of hospital patients, especially VIPs and very serious patients, should be guided and preferably governed by an approval code. Approval code എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്രൂവൽ കോഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ, പ്രത്യേകിച്ച് ഇപ്പോ VIP പേഷ്യൻസിന്റെയും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിന്റെയും ആ രോഗികളുടെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, അവരുടെ ആ മെഡിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഈ വിവരങ്ങളെല്ലാം ഒരു അപ്രൂവൽ കോഡ് വഴിയാണ് സൂക്ഷിക്കേണ്ടത്. ഒരു അപ്രൂവൽ കോഡ് മുഖേനയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത്. VIP പേഷ്യൻസിന്റെയും ദെൻ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെയും വിവരങ്ങൾ അപ്രൂവൽ കോഡ് മുഖേന സൂക്ഷിക്കുക. ഓക്കെ, അപ്രൂവൽ കോഡ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Okay, then interviews of patients by the press or taking their photographs should only be permitted if the patients or his or her relatives concerned, if it's in the hospital's interest. ഇനി രോഗിയുടെയോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിന്റെയോ റിലേറ്റീവ്സിന്റെയോ സമ്മതം, കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിനും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസിന്റെ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇന്റർവ്യൂസ് നടത്താനും അനുവദിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മള് കുറച്ച് ഇപ്പോ ആക്ടേഴ്സുകളാകാം, അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരോ അങ്ങനെ ആരെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റഡ് ആക്കുമ്പോൾ അപ്പൊ തന്നെ മീഡിയക്കാരെല്ലാം വരും ഇല്ലേ, ഫോട്ടോസ് എടുക്കും, അല്ലെങ്കിൽ അവരോട് ഇന്റർവ്യൂസ് ചെയ്യാറില്ലേ, ന്യൂസിലൊക്കെ കാണാറില്ലേ അല്ലെ, കുറച്ച് VIP പേഷ്യൻസുകൾക്കാണ് അങ്ങനെ വരുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫോട്ടോസ് എടുക്കാനോ ഇന്റർവ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിന് താല്പര്യം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കിടക്കുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ കൺസെന്റോട് കൂടി മാത്രമേ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് അവരോട് നടത്താനും പാടുള്ളൂ. ഇത്രയും കാര്യമാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞത് VIP പേഷ്യൻസിന്റെയും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെയും വിവരങ്ങൾ അപ്രൂവൽ കോഡ് മുഖേന സൂക്ഷിക്കുക. ദെൻ രോഗിയുടെയോ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെയോ റിലേറ്റീവ്സിന്റെയോ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസിന്റെ ഫോട്ടോസും ഇന്റർവ്യൂസും അലൗഡ് ആവുകയുള്ളൂ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? Okay, then last one, last box നോക്കാം. Medical information and information regarding patients. Any medical staff information for public consumption should be cleared by public relations. നോക്കാം. അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻസുകൾ അല്ലെ, പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന വിവരങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന്. അതായത് നമ്മൾ ഇൻഫോർമേഷൻസുകൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് വേണം ഇൻഫോർമേഷൻസ് കൊടുക്കാൻ. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിരിക്കുക. Then no patient information should be released without a signed informed consent of the same. അതായത് രോഗിയുടെ വിവരങ്ങൾ അല്ലെ, ഇപ്പൊ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകള് രോഗിയുടെ സമ്മതമില്ലാതെ പുറത്തുവിടാൻ പാടില്ല, റിലീസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ പോയിട്ട് ഇന്നൊരാളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരോ? ഹോസ്പിറ്റലാരാ ഇങ്ങനെ തരോ? നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാള് പിന്നെ പേഷ്യൻസ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ? ഇല്ല അല്ലേ? അതായത് ആ പേഷ്യന്റിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പേഷ്യൻസിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. Then all questioning about hospital operations and its patients should be cleared by Chief Public Relation before being published publicly. അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ രോഗികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായിട്ട് ചീഫ് പബ്ലിക് റിലേഷൻ അതെല്ലാം വായിച്ച് ക്ലിയർ ചെയ്യണമെന്ന്. എന്നിട്ട് മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രോഗികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തുവിടുന്നതിന് മുൻപായിട്ട് അതെല്ലാം ഈ ചീഫ് റിലേഷൻ അല്ലെങ്കിൽ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഒന്ന് വായിച്ച് അതിലെന്തെങ്കിലും ക്ലിയറൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ക്ലിയറൻസ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ബോക്സ് കൂടി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. വായിച്ചു നോക്കി ലാസ്റ്റ് ബോക്സ് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തില്ലേ? നമ്മൾ ഈ ഒരു പബ്ലിക് റിലേഷൻ പറഞ്ഞ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, വായിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് അണ്ടർലൈൻ ചെയ്ത് പോകാൻ. ജസ്റ്റ് ഒന്ന് നോക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഇനി എവിടെയെങ്കിലും മാർക്ക് ചെയ്യാനോ അണ്ടർലൈൻ ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ പബ്ലിക് റിലേഷൻ, ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതില് ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹമാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ദെൻ നമ്മള് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേര് പഠിച്ചു. എന്തായിരുന്നു ബുക്കിന്റെ പേര്? ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. മറന്നുപോയോ? ലാസ്റ്റ് വരെ എത്തിയപ്പോ ആദ്യത്തെ ഭാഗങ്ങൾ മറന്നുപോയി എല്ലാവരും? ഓക്കെ, ഒരു ഡെഫിനേഷൻ നമ്മൾ നോക്കി അല്ലേ? ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ നോക്കി. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ഹോപ്സ് ആൻഡ് എക്സ്പ്ലൈനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈയിങ് ദിസ് ഡിസൈർസ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഡെഫിനേഷൻ നോക്കാം. ദെൻ ഡെഫിനേഷൻ എഴുതിയ വ്യക്തിയുടെ പേര് നോക്കാം. ദെൻ പബ്ലിക് റിലേഷന്റെ ആവശ്യകതയാണ് നമ്മൾ നോക്കിയത്. കുറച്ച് പോയിന്റ്സുകളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ദെൻ രണ്ട് മെത്തേഡുകളാണ് അല്ലെ? നമ്മള് എങ്ങനെയാണ് മെത്തേഡ്സ് പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സുകളാണ് നമ്മൾ നോക്കിയത്. ഓപ്പറേറ്റീവും ദെൻ കമ്മ്യൂണിക്കേറ്റീവും. ദെൻ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞായിരുന്നു. ടെലിഫോൺ ഓപ്പറേറ്റർ വരുന്നു, എൻക്വയറി പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്കുകൾ അല്ലേ? ദെൻ ഫണ്ടമെന്റൽ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിലെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്.
അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, 3 കാര്യങ്ങൾ. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പോയിന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ദെൻ ഈ ഒരു പോയിന്റ്സ് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ബോക്സസിലായിട്ട് പറഞ്ഞു. ദെൻ ഓരോ ബോക്സസിലും സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് നമ്മൾ പറഞ്ഞു. സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് സിഇഒ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അല്ലെ. ഓവർ ഷോർട്ട് കമ്മിങ്സ് മാറ്റാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കണ്ടോ, പോയിന്റ്സുകൾ സർവേ നടത്താം, ജനറൽ ഒപ്പീനിയൻ പോള്, ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റുകൾ ഇല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. അത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കുക. ദെൻ വീണ്ടും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ബോക്സസിൽ പറഞ്ഞത്. ദെൻ ഈ ബോക്സസിൽ വരുമ്പോൾ ലാമ ഫുൾ ഫോം എന്തായിരുന്നു? ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. AMA എന്ന് പറയുമ്പോൾ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. ദെൻ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ കുറച്ചധികം ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. കോമൺ സെൻസ് വേണം, ദെൻ ഹ്യൂമർ സെൻസ് വേണം, ദെൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് സംസാരിക്കാൻ എഴുതാനുള്ള കഴിവ്, ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്യാതെ അത്യാവശ്യം എന്തൊക്കെയാണെന്നത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ദെൻ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോള് പ്രധാനമായിട്ട് 4 റോളുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാച്ച്. ഓക്കെ. ദെൻ നമ്മൾ നോക്കി ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പോയിന്റ്സുകളാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. പബ്ലിക് റിലേഷൻസിന്റെ ഫങ്ഷൻസുകൾ ഇതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത്. ദെൻ പിന്നെ നമ്മളിപ്പോ നോക്കിയ കുറച്ച് ബോക്സസ് ആണ്. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ നമ്മൾ പറഞ്ഞു PR മസ്റ്റ് ഗെറ്റ് ലോക്കൽ പ്രസിനെ നന്നായിട്ട് അറിയേണ്ട ഒരു വ്യക്തിയാണ് PR എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു VIP പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും മറ്റും അപ്രൂവ്ഡ് കോഡ് മുഖേനയാണ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത്. ദെൻ ക്ലിയറൻസ് മെറ്റീരിയൽസ് ഒക്കെ ക്ലിയറൻസ് ചെയ്യേണ്ടത് ചീഫ് ഓഫ് PR ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ ആണ് എല്ലാവരും? കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ആണോ? ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് എല്ലാ പോയിന്റ്സും ഒന്ന് കവർ ചെയ്തിട്ട് വായിക്കാം കേട്ടോ. ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഒരു റിവൈസിന് വേണ്ടിയിട്ടാണ് വായിക്കാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കണം. ഓക്കെ, ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതിയല്ലോ. ഡെഫിനേഷനുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഡെഫിനേഷൻ അദ്ദേഹത്തിന്റെ പേര് കൂടി നോക്കി വെക്കുക. 2 ഡെഫിനേഷൻ അല്ലേ വരുന്നുള്ളൂ. ജോൺ വില്യത്തിന്റെയും പിന്നെ ഐസഡോർ ഷാർപ്പിന്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലെ.
വായിക്കുന്നുണ്ട് എല്ലാവരും? ജസ്റ്റ് ഒന്ന് വായിക്കാട്ടെ, എന്നിട്ട് വേണം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ. കുറച്ചായി ഒരു ചാപ്റ്റർ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വയസ്സ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. Two minutes കൂടി തരാം കേട്ടോ, പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കണു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേനെ, എനിക്ക് ടൈം കിട്ടില്ല. നമുക്ക് നോക്കാം. ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. മേ ബി ഫോർത്ത് മൊഡ്യൂൾ ആകാം കേട്ടോ, ഫോർത്ത് മൊഡ്യൂളിലാണ് കേട്ടോ ചാപ്റ്റർ. ഓക്കെ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ, ലോണ്ടറി എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ പോലെ ഒരുപാട് ലെങ്തി ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനമാണ് ഒരു ലോണ്ടറി എന്ന് പറയുന്നത്. ആണോ? ലോണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോണ്ടറി ലോണ്ടറി എന്ന് വെച്ചാൽ എന്താ? ലോണ്ടറി എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല ആരോ? ലോണ്ടറി ആർക്കറിയില്ല. അലക്കല് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രവർത്തനം അല്ലേ? ചെയ്യാറില്ല ആരും? അലക്കലൊന്നും ഇല്ല ആർക്കും? അങ്ങനെയാണോ? നമ്മൾ വീട്ടിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഈ ഹോസ്പിറ്റലിൽ എന്താണ് ഇപ്പോ ലോണ്ടറി ആയിട്ട് ബന്ധം? ഹോസ്പിറ്റലിൽ ഉണ്ടോ അങ്ങനെ ലോണ്ടറി എന്ന് പറഞ്ഞ സർവീസ്? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിൽ എന്തൊക്കെയായിരിക്കും ഈ ലോണ്ടറിയിൽ വരുന്നത്? ഷീറ്റുകൾ അലക്കണം. ഓക്കെ, വേറെന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ ലോണ്ടറി എന്ന് പറയുമ്പോൾ? ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പേഷ്യൻ ക്ലോത്ത്, സർജിക്കൽ ഡ്രസ്സുകള്, സ്ക്രബ്സുകള്. ഓക്കെ, അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ കുറെ ഒന്നും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർട്ടനുകൾ. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്നത്. ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുണികള് അല്ലെ? തുണിത്തരങ്ങൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണികൾ. അപ്പോ ലോണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു സർവീസസ് ആണ് അല്ലെ? ലോണ്ടറി സർവീസസ് ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് പറയാം. നോക്കാം, ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കാം കേട്ടോ. In the present day hospital, the laundry and linen services are one of the most important supporting services. Underline ചെയ്യാം. One of the most important supportive services in hospital is laundry. Okay, ഇത് സപ്പോർട്ടീവ് ആണ് അല്ലെ? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സേവനം അല്ലെ? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. ഇൻ ദ പ്രസന്റ് ഡേയിൽ, ഇപ്പോഴത്തെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഒരു മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹോസ്പിറ്റലിന്റെ. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ്, സ്റ്റാഫ് യൂണിഫോം, ലാബ് കോട്ട്സ് ആൻഡ്
tailoring services to meet the needs of patient and staff. അണ്ടർലൈൻ ചെയ്യാം. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുകൾ റെസ്പോൺസിബിൾ ഫോർ അവര് ഉത്തരവാദിത്തം ഉണ്ടെന്ന്. എന്തിലൊക്കെയാണ് ഉത്തരവാദിത്തമുള്ളത്? മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ് അല്ലെ, തുണിത്തരങ്ങള് വൃത്തിയാക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാഫ് യൂണിഫോംസ്, ലാബ് കോട്ട് എന്നൊക്കെയാണ് അവർ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ. സ്റ്റാഫുകളുടെ യൂണിഫോംസ് ഉണ്ടാകും, ലാബ് കോട്ട്സ്. ടൈലറിംഗ് സർവീസ്. ടൈലറിംഗ് സർവീസ് എന്ന് വെച്ചാൽ ഇപ്പോ തുണികൾ എന്തെങ്കിലും കീറിപ്പോവുകയോ അല്ലെങ്കിൽ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർവീസ് ചെയ്യുക. Then needs of patient and staff. നിങ്ങൾ പറഞ്ഞു ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പേഷ്യൻസിന്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാഷ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ, ലോണ്ടറി ചെയ്യുന്നു. ഇതെല്ലാമാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. The hospital laundry with linen which got stained from various body fluids. അല്ലെ, ഹോസ്പിറ്റലിലെ തുണികള് പല കാരണങ്ങൾ കൊണ്ട് സ്റ്റെയിൻഡ് ആവാന്ന്. സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? കറ വരാം അല്ലെ, അഴുക്കുകൾ വരാം. എന്തൊക്കെ അഴുക്കുകളായിരിക്കും ഈ ഹോസ്പിറ്റലിലെ തുണികൾക്ക് വരുന്നത്? ഏതൊക്കെയായിരിക്കും അഴുക്കുകൾ വരാന്ന് പറയുമ്പോൾ? ബെഡ്ഷീറ്റിലും മറ്റും അഴുക്കുകൾ വരും അല്ലെ, സ്റ്റെയിൻഡ്. ചിലപ്പോ ബ്ലഡ് ഉണ്ടാകാം, ഫ്ലൂയിഡ്സുകൾ ഉണ്ടാകാം അല്ലെ, ബ്ലഡിന്റെ കറകൾ ഉണ്ടാവാം, യൂറിൻ ഉണ്ടാകാം അല്ലെ. ഇതിങ്ങനെയുള്ള ഒട്ടനവധി കറകൾ, സ്റ്റെയിൻഡ് എന്ന് വെച്ച കറകള് ഈ ഹോസ്പിറ്റൽ തുണിത്തരങ്ങളിൽ വന്നിരിക്കാം. നോക്കാം. The hospital laundry with linen which got stained from various body fluids. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫേസസ്. അതായത് നമ്മൾ പറയുകയും മലമൂത്രം മീൻസ് കിടപ്പായിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ആണെങ്കിൽ യൂറിനും ഇതെല്ലാം ബെഡിൽ തന്നെ പാസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കറകളും അഴുക്കുകളും വരാം. This type of linen needs to be cleansed and serviced before they are being put into washing machine, as they are carefully, delicately handled. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക? അപ്പൊ ഇത് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഈ നമ്മൾ പറഞ്ഞു യൂറിനോ ബ്ലഡോ അങ്ങനെയുള്ള തുണിത്തരങ്ങള് ഇടുന്നതിന് മുൻപായിട്ട് തന്നെ being put in washing machine, they are carefully, ശ്രദ്ധയോടും അതുപോലെ തന്നെ ഡെലിക്കേറ്റ്ലി എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെ വേണം നമ്മൾ തുണികൾ അലക്കാനിടാറുണ്ട്. അതായത് നല്ല ഡ്രസ്സുകളുടെ ഒപ്പം നമ്മൾ ഇങ്ങനെയുള്ള ബ്ലഡോ യൂറിനൊക്കെ ആയിട്ടുള്ള തുണികളൊന്നും ഇടില്ല അല്ലെ. ഇപ്പൊ അഴുക്കളൊന്നും വരാത്ത ഇപ്പൊ ടേബിൾ കോട്ടുകളോ അല്ലെങ്കിൽ യൂണിഫോംസിന്റെ ഒക്കെ ഒപ്പം നമ്മള് ഇങ്ങനെ ബ്ലഡും യൂറിനൊക്കെ ഉള്ള തുണികൾ ഇട്ട് ഒരുമിച്ചാണ് അലക്കുന്നത് ആണോ? അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ വൈറ്റ് ഡ്രസ്സുകള്, വെള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതും മറ്റു കളർ ഡ്രസ്സുകളുടെ ഒപ്പം അലക്കുന്നത്. ചിലവർ എളുപ്പത്തിൽ ഒരുമിച്ച് ഇറക്കുന്നവരുണ്ടാവും കേട്ടോ. എങ്കിലും നമ്മൾ വൈറ്റ് ഒക്കെ ഇപ്പൊ കുട്ടികളുടെ യൂണിഫോം അങ്ങനെ വൈറ്റ് ഡ്രസ് ഒക്കെ ആണെങ്കിൽ ഈ വൈറ്റുകൾ മാത്രം ഒരുമിച്ചായിരിക്കും നമ്മൾ ആദ്യം ഇളക്കുന്നത് ഇല്ലേ. എന്നിട്ട് നമ്മൾ ശേഷം ബാക്കി തുണികള് കളർ പറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ നല്ല ഡ്രസ്സുകളാണെങ്കിൽ വേറെ എക്സ്ട്രാ കഴുകും. ബാക്കി വീട്ടിലിടുന്നത് വർക്കിംഗ് ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഒക്കെ ആയിരിക്കും ഇറക്കുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷ്മയോട് കൂടി തന്നെയല്ലേ ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ വിഷയത്തിൽ ഇടുന്നതിന് മുൻപായിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളി ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാറുണ്ട്. നമ്മൾ അലക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഹാൻഡിൽ ചെയ്യുമ്പോഴും സൂക്ഷ്മതയോട് കൂടി വേണം. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഈ ബ്ലഡ് ആയതും യൂറിൻ ആയതൊക്കെ എടുക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം ഈ തുണികളൊക്കെ അലക്കാനായിട്ട് ശരിക്കും അവർ കൊണ്ടുപോകുവാനായിട്ട്. ഓക്കെ. Then a reliable laundry services is greatest importance of the hospital. ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് ആണ്. അതായത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ലോണ്ടറി സർവീസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ് ലോണ്ടറി എന്നുള്ളതാണ് പറയുന്നത്. അവിടെ വേറെ ഒന്നുമില്ല പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. ദെൻ അവിടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് യൂണിഫോംസ് ഉണ്ടാവാം, ലാബ് കോട്ട് ഉണ്ടാവാം, പേഷ്യൻസിന്റെ ഡ്രസ്സുകളും മറ്റുമൊക്കെയാണ് ലോണ്ടറി ചെയ്യുന്നത്. ദെൻ ഒട്ടനവധി കറകളാല് മലിനപ്പെട്ടിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ ലിനൻസ് എന്ന് പറഞ്ഞാല്. യൂറിൻ ഉണ്ടാവാം, ഫ്ലൂയിഡ്സ്, ബ്ലഡ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള കറകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, തുണിയിൽ പറ്റുന്നത്.
സോ അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുൻപായിട്ട് ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി തന്നെ വേണം അത് ഹാൻഡിൽ ചെയ്യുവാൻ. പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട പൊസിഷനിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങള് ക്ലിയർ ആണോ? എളുപ്പമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ അലക്കാറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. ഇത് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? വായിച്ചിട്ട് നോക്കിയാണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ലോണ്ടറിനെ കുറിച്ച്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. The linen and laundry services should be provide safe, clean, ample and timely supply of linen to user units of hospital at the right time. Fourth module ആണ്. Fourth module chapter 2 ആണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചില്ലേ? ഫോർത്ത് മൊഡ്യൂൾ ആണ് കേട്ടോ. തേർഡ് മൊഡ്യൂളിലുള്ള ടീച്ചർ എടുക്കുന്ന ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കാം. The linen and laundry services should provide safe, clean, ample and timely supply of linen to user units of hospital at the right time, right place, right quantity and right price. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ ലിനൻസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ചെയ്തത് സേഫ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ആംപിൾ എന്ന് വെച്ചാൽ എന്താണ് സമൃദ്ധമായിട്ട് ആവശ്യത്തിലധികം ലിനൻസ് തുണിത്തരങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കണം. ദെൻ ടൈംലി സപ്ലൈ, അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള തുണികൾ കൃത്യമായിട്ടും എത്തിയിരിക്കണം. Then user units of hospital, ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ OT ഉണ്ടാവും, ലബോറട്ടറിയിലേക്ക് വേണമായിരിക്കും, അങ്ങനെ ഓരോ സെക്ഷനിലേക്കുള്ള തുണിത്തരങ്ങള് കൃത്യമായിട്ട് റൈറ്റ് ടൈമിലും കറക്റ്റ് റൈറ്റ് പ്ലേസസിലും റൈറ്റ് ക്വാണ്ടിറ്റിയിലും കൃത്യമായിട്ടുള്ള അളവിലും കൃത്യമായിട്ടുള്ള സ്ഥലത്തും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടൈമിലും ദെൻ ആ ഒരു റൈറ്റ് പ്രൈസിലും കൃത്യമായിട്ടും ഓരോ തുണികളും ഓരോ യൂണിറ്റിലും എത്തിയിരിക്കണം. അല്ലെ, ഓരോ ഹോസ്പിറ്റലിന്റെ എല്ലാ യൂണിറ്റിലും ഈ തുണികൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് അതാത് യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അതാത് ക്വാണ്ടിറ്റിയിലും മറ്റു കൃത്യമായിട്ടുള്ള അളവിലും കറക്റ്റ് ടൈമിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ 3-4 പോയിന്റ് ആയിട്ട് അവർ തരംതിരിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. The term is used to denote clothing items. The term വെച്ചാൽ ഏത് term ആണ്? ലിനൻ അല്ലെ. ലോണ്ടറി അല്ലെങ്കിൽ ലിനൻ എന്ന് പറഞ്ഞൊരു ടേം ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്ലോത്തിങ് ഐറ്റംസിനെയാണ്, തുണിത്തരങ്ങളെയാണ്. It consists of old textiles used in hospital which include, underline ചെയ്യാട്ടോ, എന്തൊക്കെയാണ് ക്ലോത്തിങ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മെട്രസ്, ബെഡ് കവർ, ബെഡ്ഷീറ്റ്, ടവൽ, ബ്ലാങ്കറ്റ്സ്, screen, curtain, doctor coat, table cover, etc. Okay, ഇതെല്ലാമാണ് ഒരു ക്ലോത്തിങ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. മെട്രസ്, അതായത് മെട്രസുകളൊക്കെ. ദെൻ മെത്ത, ബെഡ് കവർ, ബെഡിന്റെ കവറുകള്, ബെഡ്ഷീറ്റുകള്, ദെൻ ടവൽസ്, ബ്ലാങ്കറ്റ്സ്, ദെൻ
സ്ക്രീൻസ്, കർട്ടൻസ്. സ്ക്രീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ചില റൂമിൽ ഇപ്പോ കാഷ്വാലിറ്റിയിൽ തന്നെ ഒരു കർട്ടൻ പോലെ വലിയൊരു സ്ക്രീൻ ആയിട്ട് വലിയ കർട്ടൻ ഇട്ട് മറക്കുകയും അതായത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു റൂമിലെ തന്നെ 2 പേഷ്യൻസ് അപ്പുറം ഈ കർട്ടൻ ഇട്ട് വലിയ കർട്ടൻ പോലെ ഇട്ടിട്ടുണ്ടാകും. നല്ല കട്ടിയുള്ള ഒരു കർട്ടൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാഷ്വാലിറ്റിയിലൊക്കെ അങ്ങനെ ഉണ്ടാകും. ഒരു പേഷ്യന്റ് കിടക്കുന്നുണ്ട്, തൊട്ടപ്പുറം വലിയൊരു കർട്ടൻ ഇട്ട് മറച്ചിട്ട് അതിന്റെ തൊട്ട് ബാക്ക് അടുത്താണ് അപ്പുറം കിടക്കുന്നുണ്ടാകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിനാണ് സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലോത്തിങ്ങിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. The most preferred and frequently used material is cotton as it lower price and more comfortable. Underline ചെയ്യാം. നമ്മൾ കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ ടൈപ്പ് തുണികളായിരിക്കും അല്ലെ? കോട്ടൺ തുണികളിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പില്ലോ കവർ ആയിക്കോട്ടെ, ബെഡ്ഷീറ്റും മറ്റെല്ലാം കോട്ടൺ ആയിരിക്കും. നല്ല കട്ടിയുള്ള കോട്ടൺ തുണികളായിരിക്കും. മറ്റു പോളിസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ? ആണോ? നിങ്ങൾ കണ്ടിട്ടുള്ള ഹോസ്പിറ്റലിലെ തുണികൾ എപ്പോഴും കോട്ടൺ തന്നെയാണോ? മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ തുണിത്തരങ്ങളാണെന്ന്. എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? is lower price and more comfortable. പ്രൈസ് ലോവറുമാണ്, അതോടൊപ്പം തന്നെ ഇത് കംഫർട്ടബിൾ ആണെന്ന്. ഓക്കെ, ഇതിനാല് നമ്മൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഇപ്പൊ നമ്മൾ വായിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, അത് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞത് മാത്രം കേട്ടോ. കോട്ടൺ എന്നുള്ളത് റൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏത് മെറ്റീരിയൽ ആണ് ചിലപ്പോ ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. കോട്ടൺ ആണ്. എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? മെട്രസ്, ബെഡ് കവർ, ബെഡ്ഷീറ്റ്, അത് വന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വായിച്ചില്ല അവര്? ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് കൂടെ ഒന്ന് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ അത്രയും ഭാഗമാണ് പറയുന്നത്. ഫോർത്ത് വൺ നോക്കാം. Hospital laundry receives all the linen material from different areas such as എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ തുണികൾ ശേഖരിക്കുന്നത് മീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന പറഞ്ഞല്ലോ. അപ്പോ ലോണ്ടറിക്ക് വേണ്ടിയിട്ട് അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് ഈ തുണികൾ ശേഖരിക്കുന്നത്? എവിടെ നിന്നൊക്കെയാണ്? വാർഡ്, OT, ഓപ്പറേഷൻ തിയേറ്റർ, OPD and office area where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivering. ഓക്കെ, അപ്പോ ഇത് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നും തുണികൾ നമ്മൾ ലോണ്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്, റിസീവ് ചെയ്യുന്നത്. വാർഡിൽ നിന്ന്, വാർഡിലാകുമ്പോൾ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാകും. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന തുണികൾ അവിടെ നിന്ന് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ലോണ്ടറി സർവീസ് സ്വീകരിക്കും. ദെൻ ഇത് ഓരോ പ്രോസസ് വഴിയായിട്ടാണ് ചെയ്യുന്നത്. ടോട്ടൽ ഒരുമിച്ചിട്ട് അലക്ക അങ്ങനെയല്ല, മറിച്ച് ഒരു പ്രോസസ് ഉണ്ടെന്ന്. അതൊരു ഫ്ലോ ചാർട്ടൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ് ആണ് അവർ പറയുന്നത്. സോർട്ടിങ് ചെയ്യുന്നു, ദെൻ വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, അയണിങ്, ഫോൾഡിങ്, മെൻഡിങ് ആൻഡ് ഡെലിവറി അല്ലേ? അതായത് ഫസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വേർതിരിക്കും അല്ലേ? പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തുണികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും.
അപ്പൊ അതിൽ തന്നെ കറയുള്ളതൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വൈറ്റ് ഡ്രസ് നമ്മൾ മാറ്റി ഫസ്റ്റ് നമ്മൾ വൈറ്റ് അലക്കാൻ ഇടും ഇല്ലേ. അപ്പൊ അതുപോലെ ഇപ്പൊ ബ്ലഡോ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയിടും. നല്ല തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ടേബിൾ കവറും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അതും നമ്മൾ തരംതിരിച്ച് വെക്കുന്നു. ദെൻ അത് വാഷ് ചെയ്യുന്നു. ദെൻ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പിഴിയുന്നു. തുണികളൊക്കെ വെള്ളമൊക്കെ തോട്ടി പിഴിഞ്ഞെടുക്കുന്നു. ദെൻ ഡ്രൈങ്, അത് ഉണക്കി അയൺ ചെയ്യും അല്ലെ. നമ്മൾ അയൺ ചെയ്ത് തേച്ച് ഫോൾഡ് ചെയ്യും, മടക്കി മെൻഡിങ്. മെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? മെൻഡിങ് അതായത് നമുക്കിപ്പോ ഇൻ കേസ് എന്തെങ്കിലും നന്നാക്കല്, ഇപ്പൊ തുന്നലൊക്കെ ഇതുപോലെ പിന്നിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കിയപ്പോ തുന്നലൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തുണികൾ കൊണ്ടുവരുന്നു, സോർട്ട് ചെയ്യുക, അലക്കുക, പിരിയുക, ഉണക്കി തേച്ച് മടക്കി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് മെൻഡിങ് ചെയ്യും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. അപ്പോൾ നമ്മൾ ഈ ലിനൻ തുണിത്തരങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ കുറച്ചൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ഉണ്ടാകും. യൂറിനും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്നും അണുക്കളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് വേർതിരിച്ചിട്ടൊക്കെ വേണം നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഇങ്ങനെയൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക. ഓക്കെ, വായിച്ചു നോക്കാം. ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസസ് എന്താണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണികള്, തുണിത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആണോ? ഒരു ഔട്ട്ലൈൻ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ദെൻ ലൊക്കേഷൻ, ദെൻ എങ്ങനെയൊക്കെയാണ് ഈ ലോണ്ടറി പ്രോസസ്സുകൾ നടക്കുന്നതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ലോണ്ടറി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ അതുമായിട്ടൊക്കെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.